അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ്സ് വിത്ത് ഷാന. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടുള്ള ഫ്ലവേഴ്സുള്ള പൂക്കളുടെ പുതിയ തരം പൂക്കളുടെ ചെടികളുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് അതിഥികൾ നമ്മൾ വീട്ടിലുണ്ട്. അപ്പോൾ അവയിലെല്ലാം പൂക്കൾ വിരിഞ്ഞപ്പോൾ ഇന്നൊരു വീഡിയോ ആക്കി ഉൾപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ചാനൽ എന്നും പറയുന്ന പോലെ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ തൊടികളിലും കാടുകളിലൊക്കെ സുലഭമായി കാണുന്ന, എന്നാൽ ഇന്ന് വീട്ടുവളപ്പുകളിലെല്ലാം നന്നായിട്ട് നമ്മൾ വളർത്തെടുക്കുന്ന പൂച്ചെടി എന്ന് അറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ. പേഴ്സണലി നല്ല ഭംഗി, എനിക്കിഷ്ടപ്പെട്ട ചെടിയാണ്, നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇടയ്ക്ക് നമ്മുടെ വിങ്ക റോസിനെ എന്ന് കാണിക്കുന്നുണ്ട്, ശവനാറി എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന നിത്യകല്യാണി. അപ്പോൾ ഈ നിത്യകല്യാണിയുടെ വിവിധ തരം കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പൂക്കളുള്ള ചെടികൾ നമ്മുടെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലേ. ആ പൂക്കളെ കാണുമ്പോൾ നമുക്ക് അവ നനച്ചു കൊടുക്കാനും അതുപോലെ തന്നെ പരിപാലിക്കാനും ഏറെ സന്തോഷകരമാണ്. എന്നിങ്ങനെ പൂക്കളുള്ള ചെടികൾ, ചിലർക്ക് പൂക്കളില്ലാത്ത ഇൻഡോർ പ്ലാന്റ്സിനേക്കാരും ഇഷ്ടം. പേഴ്സണലി എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുന്ദരിയെ കണ്ട നിങ്ങൾ ആദ്യമായിട്ട് വിരിഞ്ഞതാണ്. മല്ലിക വിഭാഗത്തിൽപ്പെട്ട അരിമല്ലിക എന്നെല്ലാം പറയാൻ പറ്റും ഒരു ചെടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് മല്ലികയുടെ വേർഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അരിമല്ലിക പൂ എന്നൊക്കെ പറയാൻ പറ്റും. നല്ല നല്ല നാടൻ ചെണ്ടുമല്ലിയാണ് കേട്ടോ. ഇതിൻ്റെ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല മഞ്ഞ കളറിൽ വിരിഞ്ഞ് നിൽക്കുന്ന, സുന്ദരിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ പൂക്കളെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ ഓണ സീസണിലെല്ലാം നമുക്കറിയാം മല്ലിക ഒരു തരംഗമായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ നട്ടു വളർത്തിയാൽ ഇനി അടുത്ത ഓണത്തിന് നമ്മുടെ വീട്ടുവളപ്പിലുണ്ടായിട്ടുള്ള പൂക്കൾ കൊണ്ട് ഓണം ഒരുക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതിൻ്റെ തന്നെ നല്ല ഓറഞ്ച് എന്ന് പറയുമ്പോൾ നല്ല ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച് കളറിൽ കാണുന്ന മല്ലികപ്പൂവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കണ്ടോ ഈ പൂവ് എന്ത് ഭംഗിയാണ് കാണാനില്ലേ. നന്നായിട്ട് ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ചില പൂക്കളെല്ലാം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നല്ല വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആ പൂവ് ഇതിൽ തന്നെ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് ചിലത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കൂ എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ല ഓറഞ്ച് കളറിൽ കാണപ്പെടുന്ന മല്ലികപ്പൂവാണ്. ഇതിൻ്റെ ഒരുപാട് തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ നേരെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നേരെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടീനിയത്തിൽ പുതുതായി ഒരു അടീനിയ പൂ വിരിഞ്ഞിട്ടുണ്ട് കണ്ടോ. നല്ല ലൈറ്റ് റോസ് വൈറ്റ് കോംബോയിൽ വരുന്ന അടീനിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതി. നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് കളക്ഷനിൽ ഒരു വെറൈറ്റി കളക്ഷനാണ് കേട്ടോ. നല്ല വയലറ്റ്, പർപ്പിൾ ആൻഡ് റോസ് കളർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വെറൈറ്റി കളക്ഷനാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ പർപ്പിൾ അല്ലാതെ നമ്മുടെ വെറും പർപ്പിളായിട്ടും യെല്ലോ കളറായിട്ടും വൈറ്റ് കളറായിട്ടും ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വേണ്ടവർ മെസ്സേജ് അയക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം സ്റ്റാറായ കാശിത്തുമ്പ ഒരുപാട് സെയിൽ ഉണ്ടായിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയും ഒരുപാട് സെയിൽ ഉണ്ടാവട്ടെ. ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ DM ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഞാൻ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ട് വരാം. അപ്പോൾ ഈ കാണിച്ചതിൽ ഏതെങ്കിലും സുന്ദരികളെ ആർക്കെങ്കിലും സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ DM ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.